എന്തോന്നറിയണം. സുഖ ജീവിതം. എത്ര ഉറങ്ങിയാലും പ്രശ്നമില്ലാത്തൊരു ഭാര്യ. ഫോണിലാണെങ്കിലും റിങ്ങുകളുടെ പ്രശ്നമേ ഇല്ല. ഇനി എന്നാണോ എന്തോ എനിക്കിങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നത്. കൊതിയാവണം. എടാ എടാ ഇങ്ങോട്ട് വാ. എന്താ എന്താ കാണിച്ചത്? നിങ്ങൾ ഇച്ചിരി പേടിച്ചിരിക്കണം എന്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോ. ശരിക്കും പേടിച്ചു. ആ പേടിക്കണം. മര്യാദക്ക് ഞാനിവിടെ ഉറക്കി കിടന്നപ്പോ നിങ്ങൾ വന്നിരുന്ന് പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ഞാൻ എന്തോ പറഞ്ഞത്? ഞാനൊരു ജോലിക്കും ഒന്നിനും പോവാതെ വെറുതെ സൂചിച്ച് കിടക്കുമെന്ന്. സത്യമല്ലേ പറഞ്ഞത്? ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുമ്പം അതും പ്രത്യേകിച്ച് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ കേൾക്കുമ്പോ ഉണ്ടല്ലോ ഭയങ്കര മെന്റലി ഡൗൺ ആയി പോകും. ചേട്ടൻ ഒന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അങ്ങ് മല പറിച്ചേരാ. എന്തോന്ന്? അതെ, ഉറക്കവും കളഞ്ഞില്ല ചേട്ടാ. എന്ത് ശല്യമാണ് നിങ്ങളൊക്കെ. നിന്റെ അടുത്ത് ഞാൻ ഒരു സഹായം ചോദിച്ചാൽ നീ ചെയ്തു തരുമോ? എന്തോന്ന്? നീ ചെയ്തു തരുമോ? ആരും കാര്യം എന്താന്ന് പറ നോക്കട്ടെ. കാര്യം ഞാൻ പറയാം, പക്ഷെ എന്നെ നാറ്റിക്കരുത്. നീ അച്ഛനെ കൊണ്ടു ആണേട്. നിങ്ങൾക്കപ്പ എന്നെ വിശ്വാസം ഇല്ലല്ലേ? ഇത്തിരി ഇല്ല. എന്നാ പിന്നെ ഇയാള് വേറെ വല്ല പഠിക്കും. ഞാൻ അല്ല, അങ്ങനെ പറയല്ലേ. പിന്നെ പിന്നെ അങ്ങനെ പറയണം. നീ ഞാൻ പറയാം. ഇടാ, ഒരു കുപ്പി കള്ള് വാങ്ങിച്ചു തരുമോ? ഈ കാര്യമാണോ ചേട്ടാ വലിയ സീക്രട്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞത്? എന്റെ പൊന്നി ചേട്ടാ, ഇതുവല്ല കള്ള് ഷോപ്പിൽ പോയി മേടിച്ചാ പോലെ നിങ്ങൾക്ക്. എടാ, അത് ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ അതിന്റെ നട വരെ എത്തുമ്പോ ഒന്നീ അമ്മ അറിയാന്നുള്ള ആരെങ്കിലും കാണും, അല്ലെങ്കിൽ എന്നെ അറിയാന്നുള്ള ആരെങ്കിലും കാണും. പിന്നെ നമ്മൾ ഈ ചന്ദ്രാസൻ ഫാമിലിക്ക് ഒരു നിലയും വിലയുണ്ടല്ലോ, അത് നമ്മൾ കീപ്പ് ചെയ്യണം. ശരിയാ, മോശം ഷാപ്പിലൊക്കെ. അതെ, അപ്പൊ നീ എനിക്കൊന്ന് വാങ്ങിച്ച. ഞാനോ? അല്ല, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഷാപ്പിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ ഇതേ ചീത്തപ്പേര് വരത്തില്ലേ? അത് പിന്നെ നിനക്ക് ഓൾറെഡി ഉണ്ടല്ലോ. സുഹാസിനി അമ്മയിലെ രണ്ടാമത്തെ മോൻ തന്റേടിയാണ്, ആരും പറഞ്ഞാൽ കേൾക്കൂലെന്നൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളതാണല്ലോ. അങ്ങനല്ലേ? എന്നാ പിന്നെ ഞാൻ ഈ സഹായം ചെയ്യണില്ല. എടാ, അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? എടാ, നീ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചാ. എന്നെ കൊണ്ട് കഴിയത്തില്ല ചേട്ടാ. എടാ, എനിക്ക് എന്ത് ആഗ്രഹം മുട്ടിട്ടാണ് നിന്റെ അടുത്ത് വന്ന് ചോദിച്ചത്? വലിയ ആഗ്രഹമാണെങ്കിൽ ഒരു കാര്യം, തെങ്ങി സ്വയം അങ്ങ് ചെത്തി കുടിക്കാൻ നോക്ക്. അതിനറിയാമെങ്കിൽ ഞാൻ അത് ചെയ്യൂല. അത് തന്നെ പോയി ചെയ്താ ഉറക്കം കളഞ്ഞിട്ട് ഇട്ടിട്ട് പോവല്ല. ഇയാൾക്ക് കള്ളു കുടിക്കണമെങ്കിൽ എന്റെ അടുത്താണ് വരുന്നത്. ഒരു ഉപകാരവും ഇല്ല. പൈസ സമയത്ത് തേട്ടാ പേട്ടാന്ന് വിളിച്ചോണ്ട് വരും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.